ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ അതീവ ദാരുണമായ സംഭവം. വയറുവേദനയാണെന്ന് പറഞ്ഞ് ചികിത്സ തേടിയെത്തിയ 19-കാരിയായ യുവതി ആശുപത്രിയിലെ ശുചിമുറിയിൽ പ്രസവിച്ച ശേഷം നവജാത ശിശുവിനെ ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ആശുപത്രി ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ കാരണം കുഞ്ഞിനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്താനായി. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ കടുത്ത വയറുവേദനയാണെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് പിതാവിനും സഹോദരങ്ങൾക്കുമൊപ്പം 19-കാരിയായ യുവതി ചികിത്സ തേടി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ആശുപത്രിയിലെത്തിയ ഉടൻ തന്നെ താൻ അനുഭവിക്കുന്നത് ആർത്തവ സംബന്ധമായ വേദനയാണെന്നും അതുകൊണ്ട് തന്നെ അധികം പരിശോധനകളൊന്നും ആവശ്യമില്ലെന്നും ഏതെങ്കിലും ഒരു വേദന സംഹാരി അഥവാ പെയിൻ കില്ലർ നൽകിയാൽ മാത്രം മതിയെന്നും യുവതി ആശുപത്രി അധികൃതരോടും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരോടും നിർബന്ധപൂർവ്വം ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ പെൺകുട്ടിയുടെ അസ്വസ്ഥതകളും പെരുമാറ്റ രീതികളും കണ്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ സംഘത്തിന് പ്രഥമ ദൃഷ്ട്യാ തന്നെ വലിയ സംശയം തോന്നിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൃത്യമായ രോഗനിർണയം നടത്തുന്നതിനായി യുവതി ഗർഭിണിയാണോ എന്ന് പരിശോധിക്കാൻ ഡോക്ടർമാർ തീരുമാനിക്കുകയും അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തെങ്കിലും വളരെ നിഗൂഢമായ രീതിയിൽ പെൺകുട്ടി ഈ പരിശോധനകൾക്ക് വഴങ്ങാൻ തയ്യാറായില്ല. തുടർന്ന് ഇത്തരം സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലിന്റെ ഭാഗമായി അവളെ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ആശുപത്രി അധികൃതരുടെ കർശന നിരീക്ഷണത്തിലായിരുന്നിട്ടും ആരും തിരിച്ചറിയാത്ത വിധത്തിൽ തന്റെ ഗർഭാവസ്ഥയും തുടർന്നുണ്ടായ പ്രസവവും അതീവ രഹസ്യമായി വെക്കാൻ യുവതി ശ്രമിച്ചത് കേസിന് അതീവ ഗൗരവവും ദുരൂഹതയും പകരുകയാണ്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ശുചിമുറിയിൽ നടന്ന അതിദാരുണമായ സംഭവത്തിന്റെ ആ നിമിഷങ്ങളെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ അങ്ങേയറ്റം ഭയാനകമാണ്. നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശിക്കപ്പെട്ടതിന് തുടർന്ന് അർദ്ധരാത്രിയോടെ ശുചിമുറിയിലേക്ക് പോയ യുവതി അവിടെ വെച്ച് പ്രസവിക്കുകയും ശേഷം പ്രസവിച്ച നവജാത ശിശുവിനെ ക്രൂരമായി ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു കളയുകയുമായിരുന്നു. ആശുപത്രിയുടെ പിൻഭാഗത്തുള്ള വലിയ കല്ലുകളും കമ്പികളും കൂട്ടിയിട്ടിരുന്ന ഭാഗത്തേക്കാണ് പിഞ്ചുകുഞ്ഞ് വീണത്. ഭയാനകമായ കാര്യം, തെരുവു നായ്ക്കൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ തമ്പടിക്കുന്നതും അതീവ അപകടകരവുമായ ഒരു പ്രദേശമായിരുന്നു അതെന്നതാണ്. കുഞ്ഞ് വീണ് കിടന്ന സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഒട്ടും വൈകാതെ കുഞ്ഞിന്റെ കരച്ചിൽ ശ്രദ്ധയിൽപ്പെട്ട ആശുപത്രി ജീവനക്കാരുടെ ജാഗ്രതയും സമയോചിതമായ ഇടപെടലുമാണ് ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് സംശയം തോന്നിയ ഉടൻ തന്നെ ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് ജനലിന് പുറകിൽ ചോരയിൽ കുളിച്ച നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്. ആശുപത്രി ജീവനക്കാരുടെ ഈ സന്ദർഭോചിതമായ പ്രവൃത്തി ഇല്ലായിരുന്നുവെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ അപായത്തിലായേനെ എന്ന കാര്യം തീർച്ചയാണ്. പിന്നീട് കുഞ്ഞിനെ അടിയന്തരമായി വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയും നിലവിൽ കുഞ്ഞ് സുരക്ഷിതയാണെന്നും ആരോഗ്യവതിയാണെന്നുമുള്ള വാർത്ത വലിയൊരു ആശ്വാസമാവുകയുമാണ്. ആശുപത്രിയിൽ വെച്ചുണ്ടായ ദാരുണമായ ഈ സംഭവത്തിന് പിന്നാലെ അമ്മയെയും നവജാത ശിശുവിനെയും അടിയന്തരമായി വിദഗ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിന് അതീവ ശ്രദ്ധ ആവശ്യമുള്ളതിനാൽ അടിയന്തരമായി ന്യൂബോൺ ICUവിലേക്ക് മാറ്റുകയും വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തു. ജനലിലൂടെ പുറത്തേക്ക് എറിയപ്പെട്ടിട്ടും അത്ഭുതകരമെന്നോണം കുഞ്ഞിന് സാരമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും നിലവിൽ ആരോഗ്യവതിയാണെന്നുമാണ് ഡോക്ടർമാരുടെ പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം ഈ സംഭവത്തെ ചുറ്റിപ്പറ്റി വലിയ ആശങ്കകളും ദുരൂഹതകളുമാണ് ഉയരുന്നത്. സംഭവം നടന്ന സമയത്ത് യുവതിയുടെ പിതാവും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന കാര്യം അവർ അറിഞ്ഞില്ലെന്നാണ് പ്രാഥമിക നിഗമനം. യുവതി തന്റെ ഗർഭാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ വീട്ടുകാരിൽ നിന്നും വളരെ കൃത്യമായി മറച്ചുവെച്ചത് തന്നെയാണ് ഈ സംഭവത്തെ ഇത്രത്തോളം വഷളാക്കിയത്. ആശുപത്രിയിൽ വെച്ച് വൈദ്യസഹായം ലഭ്യമായ സാഹചര്യത്തിൽ പോലും ഇത്തരം ഒരു പ്രവൃത്തി നടന്നുവെന്നത് സമൂഹത്തെ ഞെട്ടിക്കുന്നതാണ്. കുടുംബത്തിന്റെ അറിവില്ലായ്മയും പെൺകുട്ടിയുടെ നിസ്സഹകരണവും കേസിന്റെ ദുരൂഹത വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നും ശാസ്ത്രീയമായ പരിശോധനകളിലൂടെയും ചോദ്യം ചെയ്യലിലൂടെയും മാത്രമേ ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തുവരികയുള്ളൂ എന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ ദാരുണമായ സംഭവം കേരളീയ സമൂഹത്തെ ആകെ നടുക്കത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ യുവതി അവിവാഹിതയാണെന്നതും ഗർഭാവസ്ഥ വീട്ടുകാരിൽ നിന്ന് മറച്ചുവെക്കാൻ അവൾ നടത്തിയ ശ്രമങ്ങൾ ഒടുവിൽ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നതിലേക്ക് നയിച്ചതും അതീവ ഗൗരവകരമായ സാമൂഹിക പ്രത്യാഘാതങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൃത്യസമയത്ത് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ജാഗ്രതയും ഇടപെടലും ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊരു കൊലപാതകത്തിൽ കലാശിക്കുമായിരുന്നു. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളും കൗമാരക്കാരുടെയും യുവാക്കളുടെയും ഇടയിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യങ്ങളുടെ കുറവിനെയും വെളിപ്പെടുത്തുന്നു. നിലവിൽ കുഞ്ഞ് സുരക്ഷിതയാണെന്നും ആരോഗ്യവതിയാണെന്നുമുള്ള വാർത്തകൾ വലിയൊരു ആശ്വാസം നൽകുമ്പോഴും ഈ വിഷയത്തിൽ പോലീസിന്റെ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബോധവൽക്കരണങ്ങളും കൗൺസിലിങ്ങുകളും ആരോഗ്യപരമായ പിന്തുണയും കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്.